ഇടവക അംഗങ്ങളോടൊപ്പം വിനോദയാത്ര പോയപ്പോൾ ഒരു ആശ്രമത്തിൽ ഞങ്ങൾ വിശ്രമിക്കാൻ കയറി. ആശ്രമത്തിനോടനുബന്ധിച്ച് മനോഹരമായ ഒരു പേരയ്ക്കത്തോട്ടമുണ്ടായിരുന്നു. വിളഞ്ഞ് പഴുത്തു കിടക്കുന്ന പേരയ്ക്കകൾ ആരെയും മോഹിപ്പിക്കുന്നവയായിരുന്നു. ആശ്രമ അധിപനോട് അനുവാദം ചോദിച്ചപ്പോൾ എല്ലാവരോടും പേരയ്ക്കത്തോട്ടത്തിൽ കയറിക്കോ, പേരയ്ക്ക പറിച്ചോ എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി പേരയ്ക്കത്തോട്ടത്തിലേക്ക് കയറി. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരച്ഛൻ പേരയിൽ കയറാൻ തുനിഞ്ഞപ്പോൾ അത് തടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ, വെറുതെ കയറി വീഴണ്ട, അതിൻ്റെ കൊമ്പൊടിയാൻ സാധ്യതയുണ്ട്. എൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് അടുത്തു നിന്നിരുന്ന ഒരു അമ്മച്ചി അച്ഛന് ധൈര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു, അച്ഛൻ ധൈര്യമായി കയറിക്കോ, പേരയുടെ കൊമ്പ് ഒടിയില്ല, അത് വളയുകയേ ഉള്ളൂ. അമ്മച്ചിയെ വിശ്വസിച്ച് അച്ഛൻ പേരയിൽ കയറിയതും കൊമ്പൊടിഞ്ഞ് താഴെ വീണതും ഒന്നിച്ചായിരുന്നു. താഴെ വീണ് കിടക്കുന്ന അച്ഛനെ നോക്കിക്കൊണ്ട് അമ്മച്ചി പറഞ്ഞു, അതേ, മൂത്ത കൊമ്പാണെങ്കിലേ ഒടിയാതിരിക്കൂ, ഇളയത് ഒടിയും. ഉറപ്പില്ലാത്തതൊക്കെ ഒടിഞ്ഞു പോകും, ഉറപ്പുള്ളവ വളഞ്ഞാലും ഒടിയില്ല. വിശ്വാസ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമ്പോൾ വിശ്വാസം തകർന്നു പോകുന്നുവെങ്കിൽ സൂക്ഷിക്കുക, അത് ഇനിയും പാകമാകേണ്ടിയിരിക്കുന്നു. ദൈവത്തെ ചേർത്ത് പിടിച്ച് മിഴികളടച്ച് നമ്മെ പരിപാലിക്കുന്നവൻ്റെ തോളിലായിരിക്കുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന ഉറപ്പാണ് വിശ്വാസം. വീഴാറായി നിൽക്കുന്ന ഒരു ചുമരിൽ ഈയിടെ ഒരു പരസ്യം എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. കരുത്തറ്റ, ഈടുറ്റ, ആർക്കും തകർക്കാൻ കഴിയാത്ത വിശ്വാസം, അതിന് ഈ സിമൻ്റ് ഉപയോഗിക്കുക. വീഴാറായി നിൽക്കുന്ന ചുമരിൽ എഴുതിയിരിക്കുന്ന സിമൻറ്റിൻ്റെ പരസ്യത്തിന് എന്ത് പ്രസക്തി? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല.